ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടക്കയും മുട്ടയും ചേർത്തിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വെണ്ടക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ഇഷ്ടമാവും. മാത്രമല്ല ടിഫിൻ ബോക്സിലേക്കും നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 200 ഗ്രാം വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയണത് പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞത്, പിന്നെ കഴുകരുത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു. വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ ഞാൻ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. 2 പച്ചമുളക് നെടുകെ കീറിയതിട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെണ്ട ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കരുത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും മതി. ഇനി ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്താൽ മതി. നമുക്ക് വെണ്ടയ്ക്ക വേവിച്ചെടുക്കണം, ഈ പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് നേരം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. വെണ്ട പെട്ടെന്ന് വേവുമല്ലോ, വളരെ കുറച്ച് സമയം മതി. മാത്രമല്ല നമ്മൾ തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇനി വെണ്ടയ്ക്കൊക്കെ സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നടുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അവിടെ ആ സ്പേസിൽ നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക, മുട്ടയിലേക്ക് മാത്രം ആവശ്യമുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ മുട്ട സ്ക്രാമ്പിൾ ചെയ്യണ പോലെ തന്നെ മുട്ട മാത്രം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് വെണ്ടയായിട്ട് യോജിപ്പിച്ചാൽ മതി. ഇപ്പം ഞാൻ മുട്ട ആദ്യം സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം വെണ്ടയായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിക്കണം. മുട്ടയുടെ ചെറിയ ചെറിയ പീസുകളെല്ലാം ഈ വെണ്ടയിലൊന്ന് മിക്സായി വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ, രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വെണ്ട ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്